ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് തുടങ്ങുകയാണ്. കാരണം ഞാൻ വേഗം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരിടം വരെ പോകാനുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണമായിട്ട് ഗോകുലം കൺവെൻഷൻ സെന്ററിൽ പോയില്ലായിരുന്നു. അതേ സെയിം സ്ഥലത്ത് തന്നെയാണ് നമ്മളിന്ന് വേഗം തന്നെ പോകാൻ പോകുന്നത്. പക്ഷേ ഇവന്റ് വേറെയാണ്. അന്ന് നമുക്ക് കല്യാണമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഓഫീസിന്റെ ഒരു ആനുവൽ ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ ആനുവൽ മീറ്റപ്പ് പോലെയാണ്. ഇറ്റ്സ് എ ഗ്രാൻഡ് ആൻഡ് വണ്ടർഫുൾ ഫംഗ്ഷൻ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരുപാട് ആൾക്കാർ വരും. നമ്മുടെ എല്ലാ ബ്രാഞ്ചസിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നതാണ്. കുറെ കോമ്പറ്റീഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പതിവ് പോലെ തന്നെ വേഗം എണീറ്റ് എൻ്റെ കുക്കിംഗ് ഒക്കെ ചെയ്ത് മക്കൾക്കുള്ള ടിഫിനൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ കുളിപ്പിച്ച് റെഡിയാക്കി യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയാക്കി കഴിഞ്ഞ് അവിടെ ഇരുത്തിക്കഴിഞ്ഞിട്ട് ഞാനും വേഗം കുളിച്ച് റെഡിയായി എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണമെന്നുണ്ടായിരുന്നു. പോരാത്തതിന് നന്ദു പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ ഒരു പോർഷൻ ഒന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം സ്ഥിരമായിട്ട് നന്ദുവാണ് എൻ്റെ ഈ കാര്യത്തിലൊക്കെ ഉള്ള ക്യാമറമാൻ. പക്ഷെ ഫോൺ കൊടുക്കുമ്പോൾ തന്നെ അവൾ പറയും, അമ്മ എൻ്റെ കൈ വിറക്കി കിട്ടോ. ഞാൻ പറഞ്ഞു, സാരമില്ല, നീ എടുത്തോന്ന് പറയും. കുഞ്ഞല്ലേ. അപ്പൊ അതിനുശേഷം ഞാൻ വേഗം റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും മഴ. സ്വാഭാവികം, ഞാൻ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ മഴ പെയ്തില്ലെങ്കിൽ ആ ഒരു പൂർണ്ണമാവില്ല. മഴയും ഞാനുമായിട്ട് അത്രയ്ക്ക് എൻ്റെ ആത്മബന്ധമുണ്ട്. ഫുൾ മഴയായിരുന്നു അന്നത്തെ ദിവസം, ഫുൾ മഴ തന്നെയായിരുന്നു. അപ്പൊ ഈ മഴയൊക്കെ കൊണ്ട് ഞാൻ വേഗം മെട്രോ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പതിവായിട്ട് വണ്ടി വെക്കുന്ന ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ വണ്ടി വെക്കാൻ നോക്കിയപ്പോൾ അവിടെ അവര് ബാനറൊക്കെ കെട്ടി ഇങ്ങനെ മറച്ചിട്ടേക്കാണ്. അങ്ങോട്ട് വണ്ടി വെക്കാൻ പറ്റില്ല. പിന്നെ കറങ്ങി തിരിഞ്ഞ് യൂ ടേൺ ഒക്കെ എടുത്ത് മെട്രോന്റെ പുറകിലുള്ള പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയി വണ്ടി വെച്ചപ്പോഴേക്കും ഞാൻ ലേറ്റ് ആയി. കാരണം ഞങ്ങൾക്ക് 9:15 ഓൾറെഡി അവിടെ എത്തണ അപ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ള ബാക്കി 2 ഫ്രണ്ട്സ് ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞങ്ങൾ 3 പേര് ഒരേ ടൈപ്പ് ഡ്രസ്സാട്ടോ, 3 കളേഴ്സിൽ. അപ്പൊ ഈ ചുരിദാറിന്റെ ഷോള് ഓർഗൻസയാണ്. അപ്പൊ ഓർഗൻസ അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ഒന്നും അല്ലല്ലോ. നമ്മൾ ഒരിടത്ത് പിടിച്ചിരുത്തിക്കാതെ അങ്ങനെ ഇരിക്കുമൊന്നുമില്ല. അതായത് തോന്നിയ വഴിക്കൊക്കെ പോകും. അപ്പൊ ശ്രീദേവി ഷോളിൽ പിന്നെ കുത്തിയിട്ടില്ലായിരുന്നു. എന്റെയിലാണെങ്കിൽ എക്സ്ട്രാ പിന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ശ്രീദേവി കടയിൽ പിന്നെടുക്കാൻ കയറിയപ്പോഴേക്കുമാണ് ഞങ്ങളുടെ ബാക്കിയുള്ള ടീംമേറ്റ്സ്, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഓരോരുത്തർ വന്നു. പിന്നെ ഞങ്ങൾ മഴയത്ത് എല്ലാവരും കൂടി ആയിട്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. അതൊക്കെ കഥയൊക്കെ പറഞ്ഞ്. അപ്പൊ അന്ന് പറഞ്ഞ പോലെ തന്നെ കലൂര് ഞാൻ കണ്ട കലൂരല്ല, പഴയ കലൂരല്ല ഇത്. ഒരുപാട് മാറിപ്പോയി. എന്തോരം ബസ്സുകളൊക്കെ ആയിരുന്നു. നമ്മൾ നോക്കി കണ്ടൊക്കെ നടന്നില്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വീഴുകയൊക്കെ ചെയ്യും. അങ്ങനെ ആ മഴയത്ത് ഒരാക്കടെ കുടയിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഹാളിലെത്തിയപ്പോഴേക്കും എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നു. ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് കയറി. നിങ്ങൾ എല്ലാവരും ഇത്രയും പേര് കലൂരിൽ നിന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഹാളിലേക്ക് നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതോ ഒരു ചേച്ചി കിട്ടോ, ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളിൽ ഒരാളെ കുടയിൽ കയറ്റി കഥയൊക്കെ പറഞ്ഞ് ഹാളിന്റെ മുമ്പിൽ മഴ കൊള്ളാതെ എത്തിച്ചതിന് ശേഷമാണ് ആ ചേച്ചി പോയത്. ലേറ്റ് ആയോ എന്തോ ആ ചേച്ചി. അപ്പൊ അങ്ങനെയും കുറെ നല്ല മനസ്സിന് ഉടമകളായ മനുഷ്യരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കിട്ടും അല്ലേ. അങ്ങനെ ഞങ്ങൾ ഹാളിലെത്തിക്കഴിഞ്ഞ് നല്ലൊരു സീറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറെ പരിപാടികളും ഡാൻസും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നല്ല സീറ്റ് നോക്കി ഇരുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പരിപാടി മര്യാദയ്ക്ക് ആസ്വദിച്ച് കാണാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ നടുക്ക് തന്നെ ഒരു സീറ്റ് പിടിച്ചങ്ങ് ഇരുന്നതിന് ശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് പരിപാടിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം 5 മണിയായി പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ടയേർഡായി, പോരാത്തതിന് മഴയും. ഞാൻ ഇട്ടിരുന്ന കമ്മലിലാണെങ്കിൽ കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആ കമ്മല നേരത്തെ തന്നെ ഊരി വെച്ച് ബാഗിലേക്കൊക്കെ വെച്ചായിരുന്നു. എന്നിട്ട് മുടിയൊക്കെ നല്ലോണം ഒതുക്കി കെട്ടിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മെട്രോയിൽ കയറി വീട്ടിലേക്ക് പോവാണ്. വടക്കേക്കോട്ട് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകണം. കഴിഞ്ഞ തവണ പറഞ്ഞ പോലെയല്ല, ഇത്തവണ മെട്രോയിന്റെ കളർ ആക്വാ ബ്ലൂ കളർ തന്നെയായിരുന്നു കേട്ടോ.